നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന സമാനാഭം എന്നും പറയാം, സമാഭാസം എന്നും പറയും. ഭ, ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു, ശോഭ എന്നർത്ഥമാണ്. പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട്. പലരും നമ്മളോട് തർക്കിക്കാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്, നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം. അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനൈശ്ചരം എന്ന് പറയാം, തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ശനൈഹി ചരതി ഇത് ശനൈശ്വര, സാവധാനം സഞ്ചരിക്കുന്ന ആളാണ് ശനൈശ്വര, ശനി അല്ലെങ്കിൽ ശനീശ്വര. ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ്. നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു. മീനൻ രാശിയിലാണ് ശനി. പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകാം. കണ്ടകശനി, ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം. ഇവിടെ ശനി വക്രം കഴിയുകയാണ്. നവംബർ 28 ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത്. മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല, മീനൻ രാശിയിൽ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു. വക്രമുള്ള ഗ്രഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം. ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ. കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും, മരണം, പാതിത്യം, വീഴ്ച, ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനി എന്നറിയുക. വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും. ശശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി. ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി. നീതിയും ന്യായവും ഒക്കെ ശനിക്കുമുണ്ട്. സൂര്യപുത്രനാണ് ശനി. ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരിവാളിച്ചു പോയി. അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല. അത്ര ശക്തമാണ് ശനി. അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ 2.5 വർഷം സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ, അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത്. വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ ബോംബെയിൽ 2 ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. അവന് ലഗ്നത്തിൽ ശനിയാണ്. വളരെ അലസനാണ്. അവന് എഴുന്നേൽക്കില്ല. കുളിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ്. മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയിലുള്ള കുട്ടിയാണ്. ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു. ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ്. കേവലം 9-10 വയസ്സുള്ള കുട്ടിക്ക്. അതാണ് ശനി സ്പിരിച്വൽ ഒരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. അലസത ഉണ്ടാകാം, പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത. തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും. അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അപ്രകാരം തന്നെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട്. ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 5ാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവനാ വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും. ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക. അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം 10ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ കർമ്മകുശലനായിരിക്കാം. പക്ഷെ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മമേഖലയിൽ അനുഭവിക്കുന്നതും നമുക്ക് കാണാം. ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 23/2/2028 ശനി
മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ. അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ്. അതിനാൽ നമുക്ക് ചിന്തിക്കാം, ഈ ശനി, കണ്ടകശനി, ഏഴരശനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മകംപുര പുത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാണ് ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് ദുർബലമായി 8ാം ഭാവത്തിലാണെന്ന് അറിയുക. 8ാം ഭാവം ജ്യോതിഷത്തിൽ നല്ല ഭാവമല്ല. തത്ര അതികഷ്ട അഷ്ടമമാണ്. അങ്ങേറ്റം കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു, ക്ലേശങ്ങളുണ്ടാക്കുന്ന ഭാവമാണ്. മരണം ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് 8ാം ഭാവം. അവിടെ ശനി നിൽക്കുമ്പോൾ മരണത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും രോഗത്തിൻ്റെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാരകനായ ശനി അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ ദോഷം തന്നെയാണ്. ഇത്രയും ദിവസം ഒരു 6 മാസത്തോളമായി ശനി വക്രത്തോടുകൂടി നിന്ന സമയത്ത് പല കാര്യങ്ങൾക്കും നന്മകൾ പ്രദാനം ചെയ്തിരിക്കാം. ഇന്ന് അഷ്ടമശനിയാണ്. ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അഷ്ടമശനി, കണ്ടകശനി, ഏഴരശനി പോലെ തന്നെ ഒരു ദുർബലമായ ഭാവമാണ് അഷ്ടമശനിയും. അതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ശനി ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ശനി ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ 6ാം ഭാവാധിപനാണ്. അവരുടെ രോഗമാണ്, കളവാണ്, തസ്കരനാണ്. തസ്കര അരാധി അവരുടെ ശത്രുവാണ്. വിഘ്നങ്ങളാണ്, വ്യാധികളാണ്, തനുക്ഷതി ശരീരത്തിനുണ്ടാകുന്ന മുറിവുകളാണ്. മരണം വാ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ടത. ശത്രുവിൻ്റെ ആയുധം കൊണ്ട് മരണം പോലും ചിന്തിക്കേണ്ടുന്ന ഭാവം. ഇവിടെ ശാരീരിക ക്ഷമത, രോഗാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം. വയറും കണ്ണുകളും, പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്ക് പറഞ്ഞൊരു ദോഷമുണ്ട്. സിംഹേ കുക്ഷി അക്ഷിജഹ രോഗ. ചിങ്ങൻ രാശിക്കാരുടെ ഏറ്റവും വലിയ രോഗം എന്താണ്? കുക്ഷി വയറ്, മറ്റൊന്ന് അക്ഷി കണ്ണുകൾ. അതിനാൽ കണ്ണുകൾ ശ്രദ്ധിക്കണം, വയറ് ശ്രദ്ധിക്കണം. ശാരീരികമായി മലദ്വാരവുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. മലാശയ രോഗങ്ങൾ ഇപ്പോൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. നല്ല വിഷയത്തിൽ ചെക്കിങ് ചെയ്യണം. 2028 ഫെബ്രുവരി 23 വരെയുള്ള സമയം അഷ്ടമശനിയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചിങ്ങൻ രാശിക്കാർക്കെന്നറിയുക. അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ് ഇതിൻ്റെ ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ അപവാദങ്ങളിൽ പെടും. അപവാദവും മഠാപത്തിരപി പവയെ അഷ്ടമസ്ഥിതി. 8ൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ മഠത്തിന് ആപത്ത് വരും, അപവാദങ്ങൾ വരും, അമ്പലം മുക്കി, ഫണ്ട് മുക്കി മുതലായ പേരുകളൊക്കെ വരും. ധനകാര്യ സ്ഥാപനങ്ങളിൽ തലപ്പത്തിരിക്കുന്ന മാനേജർമാർ ശ്രദ്ധിക്കണം, ചതിയിൽപ്പെട്ടു പോകും. ആരെങ്കിലും തന്നെ പഴയ സ്വർണമൊക്കെ പറ്റിച്ച് കാശ് കൊണ്ടുപോയാൽ തൻ്റെ തലയിൽ ആ ആരോപണം വരുന്ന സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് തനിക്ക് അപകടം വരും. ഭൃത്യന്മാരാണ് ശനി. ഭൃത്യജനങ്ങളെ ചിന്തിക്കണം. അവരുണ്ടാക്കുന്ന തലവേദനകൾ കൊണ്ട് തനിക്ക് സമാധാനം പറയേണ്ടി വരും. ഭൃത്യന്മാർ തന്നെ ചതിക്കും. ശത്രുക്കളായിട്ട് തൻ്റെ ഓഫീസിലൊക്കെ ഭൃത്യന്മാർ വരും. വളരെ സ്ട്രിക്റ്റാണ് ചിങ്ങൻ രാശിക്കാർ. കോംപ്രമൈസ് ഇല്ല, തീഷ്ണ സ്വഭാവമാണ്. പലപ്പോഴും ജോലിയിൽ കീഴ്ജീവനക്കാരെ പീഡിപ്പിക്കുക എന്ന പേരുകളൊക്കെ തനിക്ക് വരും. ജാതിപ്പേര് പറഞ്ഞ് വിളിച്ചു അപമാനിച്ചു എന്ന കേസുകളൊക്കെ നിറയെയുള്ള സമയമാണ്. അങ്ങനെയുള്ള കേസുകളിൽ ചിങ്ങൻ രാശിക്കാർ പെടാൻ പാടില്ല. പിന്നീട് ദാമ്പത്യമാണ്. 7ാം ഭാവം. 7ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുക. ഭാര്യ ശത്രുവായി വരും. ദാമ്പത്യ സുഖം വളരെയധികം കുറയും. ഒരു സ്വസ്ഥതയും ഫാമിലി ലൈഫിൽ വരില്ല. അതിനാൽ ദാമ്പത്യ ക്ലേശങ്ങൾ, അസ്വസ്ഥതകൾ ഉണ്ടാകും. ഡൈവേഴ്സിൻ്റെ സമയമാണിപ്പോൾ. പലപ്പോഴും ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തവർക്ക് ഡൈവേഴ്സിന് ശ്രമിക്കാം. അതിനുവേണ്ടി ധനനഷ്ടങ്ങൾ വരും. ആ ധനനഷ്ടം ഇങ്ങനെയാകട്ടെ. ഒരു തരത്തിലും ഒരുമിക്കാൻ പറ്റില്ലെങ്കിൽ ഈ കലിയുഗത്തിൽ മാറി നിൽക്കുക, വഴി കൊടുക്കുക, വഴി ഒരുക്കുക. എന്നിട്ട് നല്ലൊരു ജീവിതത്തെപ്പറ്റി വീണ്ടും ചിന്തിക്കുക. ഇതിനൊക്കെ ഏറ്റവും അനുകൂലമാണ്. ഇന്ന് കേരളത്തിൽ 5 വർഷം മുമ്പേ 18% വിവാഹമായിരുന്നു. ഒരു വർഷത്തിൽ നടക്കുമ്പോൾ 18% വിവാഹം ഡൈവേഴ്സിലാണ്. ഇന്ന് 25%. അത് അടുത്ത 2 വർഷമാകുമ്പോഴേക്കും 30 പിന്നെ 40. അത്രത്തോളം ഒരു വർഷം കഴിയുമ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം ഇൻഡിപെൻഡൻ്റാണ് പുരുഷന്മാരായാലും സ്ത്രീകളായാലും. അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ഒരു അവസാനം, പര്യവസാനം, ഇറ്റ് ഈസ് ആൻ എൻഡ് നൗ. അതിനുവേണ്ടി ഉത്സാഹിക്കുന്നവർക്ക് ഉത്സാഹിക്കാം. ധനനഷ്ടമുണ്ടാകാം. ഒരുപക്ഷെ സമൂഹത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ സമൂഹം തന്നെ നോക്കി ചിരിക്കും. നഗരങ്ങളിൽ അത് പ്രശ്നമല്ല, ഫ്ലാറ്റുകളിൽ പ്രശ്നമല്ല. ആരോഗ്യം ശ്രദ്ധിക്കുക. ഇവിടെ പ്രാർത്ഥന വളരെ നിർബന്ധമാണ്. ഓം ശം ശനീശ്വരായ നമഃ. അപ്രകാരം തന്നെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ ഹനുമാനെ ഭജിക്കുന്നത് വളരെ ഗുണമാണ്. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.